ഹലോ ഗായ്സ്, വെൽക്കം. നമ്മളിപ്പോൾ ഇന്ന് ഒരു നമ്മുടെ ഗാർഡൻ്റെ ഒരു ചെറിയൊരു ടൂർ കാണിക്കാൻ വിചാരിക്കുന്നു. ഗാർഡൻ ടൂർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് കാണിക്കാം. എനിക്ക് പനി ഇതൊക്കെ സുഖമില്ല, അപ്പോൾ അധികം ഷൂട്ടിങ് വേണ്ട ഇന്ന് കാണിക്കുന്നത്. വണ്ടി പോയപ്പോഴതാണ് ഇന്ന് കാണിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് നമ്മുടെ ആമ്പൽ വിരിഞ്ഞൊരു ദിവസമാണ്. അപ്പോൾ ഇന്നൊരു ശുഭമുഹൂർത്തമായിട്ട് നമുക്ക് ഇന്നലെ ഗാർഡൻ ടൂറിൻ്റെ പാർക്കുണ്ടാണ്. നമ്മളിതാ തെച്ചിയുടെ കൊണ്ട തെച്ചിയിലെ അതിൻ്റെ വെറൈറ്റിയാണ്. ബോഗൻവില്ല റോസ്. വെയിലതയില്ലാത്ത മുമ്പ് മഴക്കാലമാണ്. വെയിലതയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇതായിട്ട് വന്നിട്ടില്ല. ഇത് ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല എന്താണ്. ഇതാണ് നമ്മുടെ ആമ്പൽ. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇതാ ആമ്പൽ നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ വെള്ള ആമ്പലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ള ആമ്പൽ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് തൊട്ടിയിലാണ് ഇത് ചളിയും ചേറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ വളരില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ കൊതുകുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് മീനുകളെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ മീനുകളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ട് തപ്പിക്കഴിഞ്ഞാൽ കാണുന്നില്ല. എന്നിട്ട് ഒളിച്ചിരിക്കുക. ഒളിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഒളിച്ചിരിക്കുക. അപ്പം പെട്ടെന്ന് അത് കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഇച്ചിരി വെയിൽ പെട്ടെന്ന് വന്നുപോയി. ഇലകളൊക്കെ എന്തോ വിഷയം വന്നിട്ടുണ്ട്. പക്ഷെ പുതിയ പുതിയ നല്ല ഇല വരുന്നുണ്ട്. കരിവേപ്പില ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നമ്മൾ വെയിലത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. വെയിൽ കിട്ടിയാൽ നന്നായി വളരുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് ബോഗൻവില്ല. ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഒരു പൂണ്ട് കഷ്ടിച്ച്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകാണ്. കുരുമുളക് കണ്ടോ, ചെറുതായി ഉണ്ടായിട്ടുണ്ടോ കുരുമുളക്. ഇത് നമ്മൾ ഒരു പെയിൻ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇതും തന്നെ. പിന്നെ ഇത് മഞ്ഞൾ നട്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ പറിച്ച് കളഞ്ഞിട്ട് പുതിയ നട്ടു. ഇത് നമ്മുടെ തക്കാളി ചെടി. തക്കാളി ഉണ്ടായാൽ കാണിക്കാൻ പറ്റും. തക്കാളിയുടെ ഇതാണ്. ഇത് യൂഷ്വലി ചെടികളാണിത്. ഈ ചെടി പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഒരു 3 ഇതിൽ നമ്മൾ അതാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാൽ താഴത്ത് തട്ട് മേലെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീടിൻ്റെ മേലെ കണ്ടോ നമ്മുടെ റോസല്ല, 4 മണി റോസിൻ്റെ കളറാണ് ഇത്. പിന്നെ ഇത് ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള അലങ്കാരമായിട്ട് ചെടി. ഇവിടെയും പിന്നെയും റോസ് കളറിലുള്ള ഇതാണ്. ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ വെച്ച് അതിൻ്റെ പാക്കാണ്. പനിയൊക്കെ ആയതുകൊണ്ട് സുഖമില്ല. അപ്പോൾ ഗാർഡൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത പാർട്ട് 2 വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാർഡൻ്റെ മാത്രം നമ്മളൊരു പാർട്ട് 1 ആക്കിയിട്ട് നമ്മൾ വിടണ്ട. അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കുന്നതും കൂടി കാണിച്ചാലോ വിചാരിച്ചു. ഇന്നിപ്പോൾ എനിക്ക് ഫീവറായ നേരം കൊണ്ട് വൈഫാണ് മോളെ ഡ്രോയിങ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ പുള്ളിക്കാലത്തേക്ക് രാവിലെ അങ്ങനെ ഒരു ഉപ്പേരി വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് ഉപ്പേരി ഒന്ന് പുള്ളിക്കാലത്ത് വരുമ്പോഴേക്കും ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ അവരെത്തുമ്പോഴേക്കും ഒരു ഉച്ചയാവും. പിന്നെ ഫുഡ് കഴിക്കാനുള്ള നേരത്തെ പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയാലോ നമുക്ക്. അതിലിപ്പം കുറച്ചൊരു ക്യാരറ്റ്, പച്ചമുളകുണ്ട്, പിന്നെ ഉള്ളിലൊരു ചെറിയൊരു ഇതുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും
അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. പുതിയ ജനറേഷനും കുക്കിങ്ങിന് അത്ര വലിയ താല്പര്യപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഫാസ്റ്റ് ഫുഡ്സിലേക്ക് കിടക്കുന്നതല്ലേ. അപ്പോൾ എങ്കിലും നിങ്ങളൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊക്കെ അരിഞ്ഞ് ശരിയാക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ അവിടെ ബീൻസ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു. അതുപോലെ കണ്ടോ, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഹാഫല്ല, കുറച്ച് സവോള കുറച്ച്, പിന്നെ പച്ചമുളക് ഒരു 3 ഇട്ടിട്ടുണ്ട്. പിന്നെയുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയുണ്ട് കേട്ടോ, ഇഞ്ചിയുണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പത്ത് പാൻ ചൂടാവാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം, എന്നിട്ട് കടുക് പൊട്ടിക്കാം. ഓക്കെ, ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കുറച്ച് മതി. അതിലേക്ക് നമ്മൾ കടുകിടാം. നല്ല ചൂടായി, കുറച്ച് ഫ്ലെയിം റെഡ്യൂസ് ചെയ്യാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. എന്നുവെച്ചാൽ നമുക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല വീഡിയോ എടുത്ത് ശീലങ്ങളില്ല. നമ്മൾ ഷോർട്സാണ് കൂടുതൽ നമ്മൾ ഇടായത് നമ്മുടെ ചാനലിൽ. ഇപ്പോൾ ലോങ് വീഡിയോസ് എടുത്തിട്ട് അത്ര വലിയൊരു പരിചയമില്ല. കടുക് നമുക്ക് കടുകിട്ടേ. കടുക് പൊട്ടുമ്പോൾ തുടങ്ങിയിട്ട് ഏകദേശമായിട്ട് നമുക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇടാം. അതിനകത്തൊന്ന് വാടി വന്ന ശേഷം ഈ ക്യാരറ്റ് കുറച്ച് പീസൊക്കെ വിട്ടുപോയി, സാറില്ല. വാടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഒന്ന് വാടി വരട്ടെ കേട്ടോ. വാടി വന്ന ശേഷം വീണ്ടും കളിക്കാം. അപ്പോൾ അങ്ങനത്തെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങളൊരു മണ്ണിൻ്റെ ശബ്ദം കേട്ടുമല്ലോ, അതിവിടെ അടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അത് ഏകദേശം 2 o'clock ആയിക്കഴിഞ്ഞാൽ അവിടെ പൂജയുണ്ടാവും. ഉച്ചയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് അടിക്കും. ഒരു കൊങ്കണി ടെമ്പിൾ അടുത്ത് വെങ്കടാചലപതി ഭഗവാനാണ് പ്രതിഷ്ഠ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ മണി കേട്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്ക് പതുക്കെ കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് ഏകദേശം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടാറുണ്ട്. കുറച്ച് മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ലേശം മതിയാണ്. ഇനി കുറച്ച് അതല്ല, ഈ മല്ലിപ്പൊടി ആരും ഇടാറില്ല. ഞങ്ങൾക്ക് കുറച്ച് ഒരു മസാല ടൈപ്പായിട്ടൊരു ഉപ്പേരി ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഫ്ലേവർ, ആ ഒരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സാധാരണ ആരും ഇതൊന്നും ആഡ് ചെയ്യാറില്ല. നോർമലായിട്ടുള്ളത് വയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടാറുള്ളൂ അല്ലേ. അങ്ങനെ കുറച്ചും കൂടി ഒരു
ഫ്ലേവർ ഒരു നോൺ വെജ് ഫ്ലേവർ പോലെ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ട് തോന്നും. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബീൻസും ക്യാരറ്റും ഇല്ലേ, അരിഞ്ഞ് വെച്ച ബീൻസും ക്യാരറ്റും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ബീൻസ് ചേർക്കുകയാണ്. ചെറുതായിട്ട് ഞാൻ ക്യാരറ്റും അതേപോലെ ബീൻസ്. ക്യാരറ്റ് ജസ്റ്റ് ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു 1/4 പാർട്ട് എടുത്തിട്ടുള്ളൂ. ഇത് ക്യാരറ്റ് എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ സിംഗിളായിട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെന്നോളും അവർക്ക്. അതുപോലെ നമ്മൾ വേറൊരു ഇതിൽ യൂഷ്വലി ചോറിനൊപ്പം നമ്മൾ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസ് കൈമ റൈസൊക്കെ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഇതിൽ നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനൊപ്പം തന്നെ കഴിച്ചോളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും പച്ചക്കറികളോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ ജനറേഷൻ ആണെങ്കിൽ പോലും അങ്ങനെ വലിയ താല്പര്യം അതിലേക്ക് അവർക്ക് കാണിക്കുന്നത്. ഫുള്ളും ഈ നോൺ വെജ് ഐറ്റംസിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. പച്ചക്കറി നമ്മൾ കഴിക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയെങ്കിലും വില കത്തിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാം. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ജനറേഷനോട് എനിക്കും പറയാനുള്ളത് പച്ചക്കറികൾ നമ്മൾ കഴിക്കണം, ധാരാളം പച്ചക്കറികൾ കഴിക്കണം. അതിനിപ്പോൾ ചോറ് കഴിച്ചിട്ടില്ലെങ്കിലും ചോറ് കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാലും പച്ചക്കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കണം. ഇനി നമുക്കതിലേക്ക് ചുമയൊക്കെ ഉണ്ട്, പനിയായതുണ്ട്. നമുക്കതിൽ ലേശം ഉപ്പിടാം. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നീട് ഉപ്പിട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതാവട്ടെ കേട്ടോ. ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് വൈകിട്ടാക്കാം. ഏകദേശം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് എടുക്കുക, സമയമെടുക്കില്ല. അപ്പോൾ ഞാൻ അതായ ശേഷം ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഇതാ ഫൈനൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇതോടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ടൈം കാണാം അടുത്ത വ്ളോഗിൽ.